நம சிவாய வாழ்க. നാഥൻ്റെ പാദം വാഴ്ക വാഴ്ക. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മിഴികൾക്ക് അദൃശ്യനായി വിളങ്ങും സൂക്ഷ്മരൂപ, തേടിച്ചെന്നിടാത്തവൻ, വിട്ടുപോന്നിടാത്തവൻ, പുണർന്നു നിന്നിടാത്തവൻ, പുണ്യസ്വരൂപൻ നീയെ കാവലായി നിൽക്കുന്നോനെ, കാണുവാൻ അരിയതാം പെരിയ ജ്യോതിസ് നീ, പുഴയായൊഴുകുന്നോരാനന്ദപ്രവാഹമേ താതനെ, ലോകത്തിനുമപ്പുറം ജ്യോതിസ്വരൂപമെടുത്തു നിൽപ്പവനെ, ചൊല്ലുവാനാകാത്തതാം സൂക്ഷ്മജ്ഞാനവും നീയെ, മാറുമീ ലോകത്തിന് വെവ്വേറാം അറിവ് നീ, തെളിഞ്ഞോരറിവിലും തെളിവായിരിപ്പോനെ, എന്നുടെ ചിന്തയ്ക്കുള്ളിൽ ഊറ്റായി പ്രവഹിക്കും. അങ്ങനെയുള്ള അല്ലയോ ശിവഭഗവാനെ, നിന്നെ ഞാൻ വന്ദിക്കുന്നു. നോക്കൂ എങ്ങനെയുള്ളവനാണെന്ന് നോക്കൂ. മിഴികൾക്ക് അദൃശ്യനായി വിളങ്ങും സൂക്ഷ്മരൂപ. സാധാരണ മനുഷ്യരുടെ മിഴികൾക്ക് അദൃശ്യനാണ് ശിവസ്വരൂപം. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തവനാണ് ശിവൻ. അപ്പോൾ ശിവനെ കാണണമെങ്കിൽ ഒരു ഉൾനേത്രം വേണം, ഒരു മൂന്നാം കണ്ണ് വേണം, ജ്ഞാനക്കണ്ണ് വേണം. അത് എല്ലാവർക്കും ലഭിക്കുന്നതല്ല. സാധാരണ നാം ബാഹ്യദൃഷ്ടി കൊണ്ടാണ് കാണുന്നത്. ശിവനെ കാണണമെങ്കിൽ ബാഹ്യദൃഷ്ടിയല്ല വേണ്ടത്, ആന്തരിക ദൃഷ്ടിയാണ്, ഉൾക്കണ്ണാണ് വേണ്ടത്. ഉൾക്കണ്ണുകൊണ്ട് മാത്രമേ അവനെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ബാഹ്യമായ രൂപങ്ങൾ കണ്ട് രസിക്കുന്ന കണ്ണിന് ഒരിക്കലും ഭഗവാനെ കാണാൻ പറ്റില്ല. അതിന് ഉള്ളിൻ്റെ ഉള്ളിൽ വിളങ്ങുന്ന കണ്ണുകൊണ്ട് മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ വിളങ്ങുന്ന സൂക്ഷ്മരൂപ. കാരണം എന്താ? സൂക്ഷ്മത്തിൽ സൂക്ഷ്മമാണ് ശിവൻ്റെ രൂപം. അപ്പോൾ വളരെ സൂക്ഷ്മമായ ആ ബ്രഹ്മസ്വരൂപത്തെ കാണണമെങ്കിൽ ആ സൂക്ഷ്മസ്വരൂപം കാണാൻ പറ്റിയ ഒരു കണ്ണ് സാധകനുണ്ടായിരിക്കണം. തേടിച്ചെന്നിടാത്തവൻ, വിട്ടുപോന്നിടാത്തവൻ, പുണർന്നു നിന്നിടാത്തവൻ, പുണ്യസ്വരൂപൻ നീയെ. പുണ്യസ്വരൂപനായ നീ ഒരിക്കലും തേടിച്ചെല്ലുന്നവനല്ല. അതേപോലെ തന്നെ വിട്ടുപോന്നിടാത്തവനാണ്, പുണർന്നു നിന്നിടാത്തവനാണ്. ഈ ഭാഗം തിരുവല്ലം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടാണ്. പോക്ക് വരവറ്റവൻ ഭഗവാൻ എന്നാണ് പറയുന്നത്. ശിവനെ ഈ ഭാഗത്ത് വിവരിക്കുന്നത് പോക്കും വരവും ഇല്ലാതെ സ്ഥിരമായി അചഞ്ചലനായി കാറ്റിൽപ്പെടാ ദീപം പോലെ ശോഭിക്കുന്നവനാണ് ശിവൻ എന്ന് പറഞ്ഞ്. അചഞ്ചലനായ ശിവൻ, ആ പോക്ക് വരവറ്റ ശിവൻ. ആ പോക്കുവരവറ്റ ശിവനെ കാണണമെങ്കിൽ അതിനനുസൃതമായ ഒരു ഹൃദയം സാധകന് ഉണ്ടാകണം. പരിപക്വമായ കളങ്കരഹിതമായ ഒരു ഹൃദയം സാധകനുണ്ടെങ്കിൽ മാത്രമേ പോക്കുവരവറ്റവനായ ശിവനെ കാണാൻ കഴിയുള്ളൂ. പിന്നെ പുണ്യസ്വരൂപൻ നീ പുണ്യസ്വരൂപനാണ്. പുണ്യം ചെയ്ത പുണ്യത്തിൻ്റെ മൂർത്തിമദ്ഭാവമാണ് അല്ലയോ ഭഗവാൻ നീ. അതുകൊണ്ട് പുണ്യം ചെയ്തവർക്ക് മാത്രമേ നിന്നെ കാണാൻ പറ്റുള്ളൂ. അല്പമെങ്കിലും പാപം ഹൃദയത്തിൽ കുടികൊള്ളുന്നവർക്ക് ഭഗവാനെ കാണാൻ കഴിയില്ല. അത്ര പുണ്യവാന്മാർക്ക് മാത്രമേ ശിവനെ കാണാൻ കഴിയൂ. കാവലായി നിൽക്കുന്നവനെ, എന്നും എനിക്ക് കാവലായി നിൽക്കുന്നവനാണ് ശിവൻ. എന്നെ കാത്തു രക്ഷിക്കുന്നവനാണ് ശിവൻ. അപ്പോൾ ശിവൻ്റെ ഒരു പ്രത്യേകതയാണ് ഭക്തനെ കാത്തു രക്ഷിക്കുക എന്നുള്ളത്. ഭക്തനെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന ചുമതല ഭഗവാൻ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഒരു ഭക്തൻ
ശരണാഗതി അടഞ്ഞാൽ, ശിവന് സമ്പൂർണമായി സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ ആ ശിവഭക്തൻ്റെ മുഴുവൻ കാര്യകാരണങ്ങളും ജീവിതവും മുഴുവനും ഏറ്റെടുക്കാൻ ഭഗവാൻ തയ്യാറാക്കുന്നു. അങ്ങനെ പിന്നെ അയാൾ സ്വതന്ത്രനാണ്, ഒരു സാധകൻ സ്വതന്ത്രനാണ്. അപ്പോൾ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് സമ്പൂർണ്ണ സമർപ്പണം അടഞ്ഞ ഒരു ശിവഭക്തനാണ്. അയാൾക്ക് പിന്നെ ഒരു തരത്തിലുള്ള അടിമത്തവുമില്ല. പിന്നെ അയാളെ 100% പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ചുമതല ഭഗവാനുള്ളതാണ്. ഭഗവാൻ, ആ പുണ്യശാലിയായ ഭഗവാൻ ഭക്തനെ സമ്പൂർണ്ണ സമർപ്പണമടഞ്ഞ ആ ഭക്തനെ പൂർണ്ണമായി സംരക്ഷിക്കുക തന്നെ ചെയ്യും, കാവലായി നിൽക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മുടെ ഒരു ചട്ടയാണ്, നമ്മുടെ ഒരു സംരക്ഷണ ചട്ടയായി ഭഗവാൻ നിൽക്കും. പിന്നെ ഒരിക്കലും ഒരു ശത്രുവിനും നമ്മെ പരാജയപ്പെടുത്താൻ പറ്റില്ല. ഇതാണ് ഒരു ശിവഭക്തന് കിട്ടുന്ന ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത്. കാരണം ശിവഭക്തനെ തൊടാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു ശിവഭക്തൻ, സമ്പൂർണ്ണ സമർപ്പണം അടഞ്ഞ ഒരു ശിവഭക്തനെ തൊടാൻ ലോകത്തിലെ ഒരൊറ്റ ശക്തിക്ക് പോലും, മഹാസാമ്രാജ്യങ്ങൾക്ക് പോലും ആ വ്യക്തിയെ തൊടാൻ പറ്റില്ല. അപ്പോൾ ഒരു ശിവസാധകൻ ലോകത്തിലെ ഏറ്റവും ഉന്നതങ്ങളിൽ വച്ച് ഉന്നതമായ സുരക്ഷ കൈക്കൊള്ളുന്നവനാണ്. നമുക്ക് നമ്മുടെ ഭരണാധികാരികളെ സംരക്ഷിക്കാൻ ഒരുപാട് സൈന്യ വ്യൂഹങ്ങൾ തന്നെ വേണ്ടി വരുന്നു. എല്ലാ മന്ത്രിമാർക്കും ഇതേപോലെ തന്നെ കവചങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി, അവരെ സംരക്ഷിക്കാൻ വേണ്ടി അനേകം സേനാപതികളെ നിയമിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു ശിവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒരു സേനാപതിയുടെയും ആവശ്യമില്ല. കാരണം ആ ശിവഭക്തനെ സംരക്ഷിക്കാൻ സാക്ഷാൽ ശിവൻ തന്നെ എപ്പോഴും ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിലും ഒരു ശിവഭക്തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള 100 അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നാം നേരത്തെ പഠിച്ച പെരിയ പുരാണത്തിലെ പല ശിവഭക്തന്മാരെയും പൂർണ്ണമായും അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ശിവനാണ്. ഏറ്റവും നല്ല ഉദാഹരണം ഒരു കവിയായ അപ്പർ എന്ന തേവാരൻ കവിയുടെ ജീവിതമാണ്. ആ തേവാരൻ കവിയെ, തിരുനാവുക്ക് അരശർ എന്ന ആ കവിയെ ജൈന വിശ്വാസത്തിൽ നിന്ന് തിരിച്ച് ശൈവവിശ്വാസത്തിലേക്ക് തന്നെ തിരിച്ചു വന്നപ്പോൾ ജൈന വിശ്വാസികളായ രാജാക്കന്മാരും അവരുടെ പടയാളികളും അപ്പരെ കൊല്ലാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. അതിൽ ആനയെ കൊണ്ട് ചവിട്ടി കൊല്ലിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആന അപ്പരുടെ അടുത്ത് വരുമ്പോൾ കുമ്പിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ വലിയ പാറക്കല്ലിൽ കെട്ടി കടലിലാഴ്ത്തി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തുറമുഖത്ത് ഒരു അപകടം കൂടാതെ ആ പാറക്കല്ല്, അപ്പരെ കെട്ടിയ പാറക്കല്ല് ഒരപകടവും കൂടാതെ കരക്കണഞ്ഞു. അപ്പർ തന്നെ അത് പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കക്ക നീറ്റുന്ന, ചുണ്ണാമ്പ് നീറ്റുന്ന ചൂള, ആ ചൂളയിൽ ഏതാനും ദിവസങ്ങൾ അടച്ചിട്ടു അപ്പരെ. ശത്രുക്കൾ വിചാരിച്ചു ആ ചൂളയിൽ മറ്റ് കക്കയോടൊപ്പം ഇയാളും വെന്ത് നീറി പൊടിയായിരിക്കുമെന്ന്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമശിവായ ചൊല്ലിക്കൊണ്ട് അപ്പർ പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ നോക്കൂ, എത്ര വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടും ആ ശിവഭക്തനെ, അപ്പർ എന്ന കവിയെ രക്ഷിക്കാൻ ഭഗവാൻ ശിവൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഇതിലും വലിയൊരു പ്രൊട്ടക്ഷൻ പിന്നെ കിട്ടാനേ ഇല്ല. അപ്പോൾ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ശിവഭഗവാനാണ്. അപ്പോൾ ശിവഭക്തരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോകത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല.
കാരണം ഏത് അപകടത്തിൽ നിന്നും ഏത് ദുഃഖസമുദ്രത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ എപ്പോഴും ശിവൻ അവിടെ കൂടെ തന്നെ ഉണ്ടാകും. ശിവപുരാണത്തിലെയും അതേപോലെ പെരിയ പുരാണത്തിലെയും കഥകളെല്ലാം പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നിറഞ്ഞതാണ് ഈ പുരാണങ്ങൾ, ശിവപുരാണങ്ങൾ. അപ്പോൾ ഇവിടെയെല്ലാം നാം കാണുന്നത് സമ്പൂർണ്ണ സമർപ്പണം, ശരണാഗതി അടഞ്ഞ ഒരു ഭക്തന് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ നൽകുന്നത് ശിവഭഗവാനല്ലാതെ മറ്റാരുമല്ല. പിന്നെ അയാൾക്ക് ലോകത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഭയമെന്ന ചിന്ത തന്നെ അയാളുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാകില്ല. കാരണം ലോകത്തിൻ്റെ മുഴുവനും സംരക്ഷകനായ ശിവഭഗവാനാണ് അയാളുടെയും സംരക്ഷകൻ എന്നുള്ളത് കൊണ്ട് ആ സാധകൻ ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടി വരുന്നില്ല. ഇതൊക്കെ തന്നെയാണ് എല്ലാ മഹാതേവാരം കവികളും പാടുന്നത്. തിരുമൂലർ തിരുമന്ത്രത്തിൻ്റെ ആരംഭത്തിൽ പാടുന്ന ചില ശിവസ്തുതികളിൽ ഇത് പറയുന്നുണ്ട്. നോക്കൂ: പിറപ്പ് എലി പിഞ്ചകൻ പേരരുളാളൻ, ഇറപ്പ എലി ആവർക്കും ഇൻപം മരുളും, തുറപ്പ ഇലി തന്നെ തൊഴുതിൻ തൊഴുതാൽ, മറപ്പ് എലി മായാവിരുത്തമും മാമേ എന്ന് പറയുന്നുണ്ട്. എൻ്റെ ശിവൻ പിറപ്പറ്റവനാണ്, കാരുണ്യം നിറഞ്ഞവനാണ്. എല്ലാ ജീവൻ്റെയും ജന്മപാപം നീക്കി പരമാനന്ദം നൽകി ആ ഭക്തനെ കാത്തുരക്ഷിക്കുന്നവനാണ്. കുറ്റങ്ങൾ ഏതുമില്ലാത്ത എൻ്റെ നാഥനെ വണങ്ങുന്നോരിൽ അജ്ഞാനം പൂർണ്ണമായി അകന്നു മാറും. അയാൾ ശാശ്വതമായ ജ്ഞാനസിദ്ധി നേടിയവനായി മാറും. അപ്പോൾ ആ പിഞ്ചകൻ ശിവൻ അയാളെ സാധകനെ, ശിവസാധകനെ എപ്പോഴും കാത്തുരക്ഷിക്കുന്നു. അയാളുടെ അജ്ഞാനത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നു. പിന്നെ ഭൗതികവും ആത്മീയവുമായ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഭക്തന് നൽകുന്നു. അങ്ങനെയുള്ളവനാണ് പിഞ്ചകനായ ശിവൻ. പട്ടിനത്ത് പിള്ളയാർ പറയുന്ന ചില ഭാഗങ്ങൾ നോക്കുക. ചൊല്ലറ്റ് അങ്കമറ്റ് പിന്നറ്റ് മുന്നറ്റ് നീയും മറ്റൊരു പ്രേമബിന്ദുവായോ നെഞ്ചേ നീ, വിണ്ണറ് മണ്ണറ് വെളിയറ്റ് ഒളിയറ്റ് എണ്ണറ്റ് അവയിങ്കലായി അങ്ങ് അലിഞ്ഞടങ്ങിയോ നെഞ്ചേ, പാത്ത ഇടമെല്ലാം പരമായി കണ്ട് അകമ്പുറം കോർത്ത ഉന്മതൻ ഉരുവമാർന്നുവോ നെഞ്ചേ, ഊരഴിഞ്ഞ് പേരഴിഞ്ഞ് ഒളിയഴിഞ്ഞ് വെളിയഴിഞ്ഞ് ചിരഴിഞ്ഞ വതൻ നിലയിൽ എൻ മലർന്നുവോ നെഞ്ചേ, ആണായും പെണ്ണായും രണ്ടുമല്ല നപുംസകമായി നിറഞ്ഞു കാണും അഖണ്ഡ സ്വരൂപമാർന്നവോ നെഞ്ചേ. അല്ലയോ നെഞ്ചേ, നീ ശിവസ്വരൂപമാർന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വയം നെഞ്ച്, സ്വയം ഹൃദയം ശിവനിൽ അലിഞ്ഞലിഞ്ഞ് ചേരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥാവിശേഷത്തെക്കുറിച്ചിട്ടാണ് പട്ടണത്ത് പിള്ളയാർ പാടുന്നത്. താൻ തന്നെ ശിവനായി മാറുന്ന അവസ്ഥ, ആദിയായി നിന്ന് അഖണ്ഡ പരിപൂർണത സാധ്യമാകുമിടം ചേർന്നു നെഞ്ചേ. നീ അഖണ്ഡ സ്വരൂപനായ ശിവനായി മാറിക്കഴിഞ്ഞോ നെഞ്ചേ എന്ന് സ്വന്തം നെഞ്ചിനോട് ചോദിക്കുകയാണ്. ആരും ചേരാ പേരണ്ടത്തിനപ്പുറവും ഇപ്പുറവും നീരും ഉപ്പും പോവും നിലയാർന്നുവോ നെഞ്ചേ, കൂടെയങ്ങിരിക്കും ഉണരല്ലവനോട് നീ കടൽ നീരും നദിയും പോൽ കലർന്നുവോ നെഞ്ചേ. കടലിലെ വെള്ളത്തിൽ ലയിക്കുന്ന പോലെ അല്ലയോ എൻ്റെ നെഞ്ചേ, നീ ശിവഭഗവാനാവുന്ന മഹാസമുദ്രത്തിൽ ലയിച്ചു ചേർന്നല്ലോ എന്നാണ് പറയുന്നത്. ഗർവം കളഞ്ഞ് നിന്നിലാ അഴുക്കറ്റ്
അറ്റ സ്ഫടികകുംഭ പോൽ പറ്റി നിന്നിടുന്നു നെഞ്ചേ. മേലായെങ്ങും വിളങ്ങി നിന്ന പരമ്പൊരുളിൽ പാലിങ്കലാം ചുവ പോൽ പറ്റി നിന്നുവോ നെഞ്ചേ എന്ന് സ്വയം ശിവനായി മാറിയ നെഞ്ചകത്തിനോട് പട്ടണത്ത് പിള്ളയാർ പാടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പാടലുകളിലെല്ലാം തന്നെ ശിവനുമായി അടിഞ്ഞു ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ മധുരാനന്ദാനുഭൂതിയെ കവികൾ പാടിപ്പുകഴ്ത്തുന്നുണ്ട്. അപ്പോൾ ശിവനാണ് ഏറ്റവും വലിയ രക്ഷകൻ. ആ രക്ഷകനിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പരമാനന്ദമല്ലാതെ മറ്റൊന്നും ഇല്ല. ഈ ശിവാനന്ദ ലഹരിയിൽ ലയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സഫലമാകുന്നത്. കാണുവാൻ അരിയതാം പെരിയ ജ്യോതിസേ നീ, പുഴയായി ഒഴുകുന്ന ഒരാനന്ദപ്രവാഹമാണ് നീ. പുഴയായി ഒഴുകുന്ന ആനന്ദപ്രവാഹമാണ് അല്ലയോ ശിവഭഗവാൻ അങ്ങ് നീ. അങ്ങനെയുള്ള ആനന്ദപ്രവാഹത്തിൽ ലയിച്ചു ചേരാൻ അല്ലയോ ഭഗവാൻ എനിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മാണിക്യവാചകർ ഇവിടെ പറയുന്നത്. അപ്പോൾ ശിവസായുജ്യം കിട്ടുന്നതിന് മുമ്പുള്ള ആ വേദനാനിർഭരമായ ദുഃഖപൂർണമായ ജീവിതം, ശിവ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ, ശിവ ഒളി കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിൻ്റെ പരമാനന്ദാവസ്ഥ, ഈ രണ്ട് അവസ്ഥകളെയാണ് ഇവിടെ മാണിക്യവാചകർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നായേക്കാൾ നികൃഷ്ടമായൊരു ജീവിതം നയിച്ച എന്നെ ഇന്ന് മഹാഭഗവാനായ ശിവൻ, കാരുണ്യമൂർത്തിയായ ശിവൻ എന്നെ അദ്ദേഹത്തിൻ്റെ നെഞ്ചോട് ചേർത്തിരിക്കുന്നു. ഇതിൽ പരം ധന്യത, ഇതിൽ പരം മഹത്വം എനിക്ക് ഇനി എന്താണ് കിട്ടാനുള്ളത്? ഞാൻ എൻ്റെ ജീവിതം സഫലമായി, സഫലം സംപ്രതി ജന്മം എന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് മാണിക്യവാചകർ ഈ വാചകങ്ങളിൽ പറയുന്നത്. ഓം ശിവായ നമഃ.